എല്ലാവർക്കും നമസ്കാരം. ടോക്ക് ഓഫ് ദി ടൗണിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഈ ഓണക്കാലത്ത് ഇറങ്ങിയ ഏറ്റവും പുതിയ സിനിമ മേനെ പ്യാർ കിയ, ആ ഒരു സിനിമയുടെ വിശേഷങ്ങളാണ്. ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ഫൈസൽ ഫസ്ലുദ്ദീനാണ്. ഇതിലത്തെ ലീഡ് ക്യാരക്ടേഴ്സിനെ അവതരിപ്പിച്ചിട്ടുള്ളത് ഹൃദു ഹരുൺ, പ്രീതി മുകുന്ദൻ എന്നിവരാണ് ഇതിലെ ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇവരുടെ ഇതിനു മുമ്പ് റിലീസായ സിനിമകൾ, ഹൃദു ഹരുണിൻ്റെ ഇതിനു മുമ്പ് റിലീസായ സിനിമ എന്ന് പറയുന്നത് മുറ, ആ സിനിമയിലാണ് ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുള്ളത്. അതുപോലെ പ്രീതി മുകുന്ദൻ്റെ ഏറ്റവും ലാസ്റ്റ് റിലീസായ സിനിമ കണ്ണപ്പയാണ്. ഇവർ രണ്ടുപേരാണ് ഈ സിനിമയിൽ ലീഡ് ക്യാരക്ടേഴ്സിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ ഈ സിനിമയിൽ വേറെ പ്രധാന ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളത് അസ്കർ അലി, ആസിഫ് അലിയുടെ അനിയൻ അസ്കർ അലി ഒരു നല്ല ക്യാരക്ടർ ഇതിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ആവേശം സിനിമയിലത്തെ കുട്ടി, ആ ഒരു ക്യാരക്ടർ ചെയ്ത മിത്തുട്ടി, അവരൊക്കെയാണ് ഇതിൽ ഈ വേറെ ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് നമ്മൾ ഒരു മലയാളം സിനിമ കാണാമെന്നുള്ളൊരു ഫീല് നമുക്ക് ഉണ്ടാവില്ല. കാരണം ഒരു തമിഴ് സിനിമയൊക്കെ നമ്മൾ എങ്ങനെയാണോ തമിഴ് സിനിമയുടെയൊക്കെ ഒരു ഇൻട്രഡക്ഷൻ പോലെയൊക്കെയാണ് ഇതിലത്തെ ഈ സിനിമ തുടങ്ങുന്നത് തന്നെ. ഒരു ആക്ഷനും ചേസും ഒക്കെ ആയിട്ടുള്ള ഒരു വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സീക്വൻസ് വെച്ചിട്ടാണ് ഈ സിനിമ തുടങ്ങുന്നത്. പക്ഷേ അതിനുശേഷം ഇത് പെട്ടെന്ന് ഒരു കേരളത്തിലത്തെ ഒരു ഗ്രാമപ്രദേശത്തിലേക്ക് ഇതിൻ്റെ കഥയുടെ അടുത്ത ഒരു ഭാഗം മാറുകയും പിന്നെ അവിടെ നിന്നുള്ള ഒരു പ്രോഗ്രസ്സാണ് കഥയിൽ ഫസ്റ്റ് ഹാഫ്. ഒരു കോളേജിൽ പഠിക്കുന്ന രണ്ട് ക്യാരക്ടേഴ്സാണ് ഇവർ രണ്ടുപേരും പ്ലേ ചെയ്യുന്നത്, ഹൃദു ഹരുണും പ്രീതിയും. അവരുടെ ഒരു ലവ് ട്രാക്ക് സ്റ്റാർട്ട് ചെയ്യണതും ആ ഒരു അപ്രോച്ച് ചെയ്യണതും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഉണ്ടാവുന്ന ഇഷ്യൂസും ഒക്കെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ പോണത്. അതിനുശേഷം പടത്തിൻ്റെ സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ലൊക്കേഷൻ മധുരയിലേക്ക്, തമിഴ്നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. പിന്നെ അവിടെ വെച്ചിട്ടുള്ള ആക്ഷൻസ് സീക്വൻസുകളും ചേസും അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള മിസ്കമ്മ്യൂണിക്കേഷൻസ് വന്നിട്ടുള്ള കുറേ ഇഷ്യൂസും അങ്ങനത്തെ കാര്യങ്ങളും കൊണ്ട് അങ്ങനെ പ്രോഗ്രസ് ചെയ്ത് പോകുന്ന ഒരു കഥയാണിത്. ഇതിൽ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് ഒരു ഫ്രഷ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരുപാട് സിനിമകളിൽ വന്നിട്ടുള്ള ഒരു ക്ലീഷി ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനാണ് ഇതിൽ പോണത്. പക്ഷേ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നല്ല സൗണ്ടിങ്ങും അങ്ങനത്തെ എല്ലാം കൊണ്ടും ആ ഒരു രീതിയിൽ നമുക്ക് ആ പടം ഒരു എൻഗേജിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം നല്ല രീതിയിൽ ആക്ഷൻ സീക്വൻസുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് തമിഴ് ആക്ടേഴ്സ് ആണ് ഇതിൽ അങ്ങനത്തെ രംഗങ്ങളിലും ഒക്കെ പെർഫോം ചെയ്തിട്ടുള്ളത്. അതിന് മെയിനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇതിലത്തെ നായകൻ്റെ അച്ഛൻ ഓൾറെഡി ഒരുപാട് തമിഴ് പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ്, ഷിബു തമീൻസ്. എനിക്ക് തോന്നുന്നത് വിജയുടെ ആയാലും വിക്രത്തിൻ്റെ ആയാലും ഒക്കെ ഒരുപാട് ഹിറ്റ് സിനിമകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കണം ഇത്രയധികം ക്യാരക്ടേഴ്സ്, തമിഴ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ തമിഴിലുള്ള ഇൻഡസ്ട്രിയിലുള്ള ആക്ടേഴ്സ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് നമുക്ക് ഒരു ക്യാമിയോ റോളിൽ ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ഉണ്ട്. ഒരു നോർമൽ ഒരു സിനിമ, ഒരു ലവ് ട്രാക്കുള്ള ഒരു സിനിമ എങ്ങനെയാണ് എൻഡ് ചെയ്യണത്, ഓൾമോസ്റ്റ് അതുപോലെയൊക്കെ തന്നെ അത് എൻഡ് ചെയ്യണു. വേറെ പ്രത്യേകിച്ച് നമുക്കതിൽ ഒരു എന്താ പറയുക എക്സൈറ്റ് ചെയ്യണ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ ഈ ആക്ഷൻ രംഗങ്ങളും അങ്ങനത്തെയൊക്കെ നല്ല രീതിയിൽ ഇതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാരാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ കാണാം, തിയേറ്ററിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം.